യാ അയ്യുഹല്ലദീന ആമനൂ മുഅ്മിനീങ്ങളെ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ, അവനെ ഭയപ്പെട്ട് ജീവിക്കണേ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നിങ്ങൾ നയിക്കണേ. വദറൂ മാ ബഖിയ മിനദ്ദിബാ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, യഥാർത്ഥ മുഅ്മിനീങ്ങളാണെങ്കിൽ, ഈമാൻ ഉൾക്കൊണ്ട മുഅ്മിനീങ്ങളാണെങ്കിൽ സഹോദരാ, നിങ്ങൾക്ക് പരിശീലനത്തിൽ കിട്ടാനുള്ള സമ്പാദ്യം നിങ്ങൾ അങ്ങ് ഒഴിവാക്കണേ. ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് പലിശ ലഭിക്കാനുണ്ടോ? ബാങ്കുകളിൽ ഒരുപാട് പലിശ നിങ്ങൾക്ക് ലഭിക്കാനുണ്ടോ? ആ പരിശീലനത്തിൽ നിങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം ഒഴിവാക്കണേ. വിശുദ്ധമായ ഖുർആൻ പലിശയുടെ പണമൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നർത്ഥം. അങ്ങനെ ഒരു മനുഷ്യൻ ഉപേക്ഷിക്കാത്ത പക്ഷം, അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാത്ത പക്ഷം, പള്ളിയിൽ ഉസ്താദ് പറഞ്ഞു കേട്ടു മനസ്സിലാക്കി പലിശ ഉപയോഗിക്കാൻ പാടില്ല, പലിശയുടെ സമ്പത്ത് പാടില്ല, പലിശയുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടുകളും നടത്താൻ പാടില്ലെന്ന് മനസ്സിലാക്കിയ മുഅ്മിനേ സഹോദരാ, നീ അതിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറായില്ല എങ്കിൽ, അതിനെ നീ ഒഴിവാക്കാൻ തയ്യാറായില്ല എങ്കിൽ, അല്ലാഹു പറയുകയാണ് അല്ലാഹുവായി തങ്ങളിൽ നിന്നും അല്ലാഹുവിൽ നിന്നുമുള്ള യുദ്ധത്തെ നീ മനസ്സിലാക്കിക്കൊള്ളുക, യുദ്ധത്തിന് വേണ്ടി തയ്യാറായിക്കൊള്ളുക. കടുത്തതാക്കിയത് മറ്റൊരു പാപത്തിനും മറ്റൊരു കുറ്റകൃത്യത്തിന്റെയും വിഷയത്തിൽ ഇത്ര കഠിനമായിട്ട് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടില്ല. ആരെങ്കിലും അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ, ഇത്രയും നാൾ പലിശയുമായി ബന്ധപ്പെട്ട് പലിശ ഇടപാടുകൾ നടത്തി പലിശ കൊടുത്തു വാങ്ങി, ആരെങ്കിലും ഇത് കേട്ട് പലിശയിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറായാൽ, പശ്ചാത്തപിച്ച് മടങ്ങാൻ തയ്യാറായാൽ, അല്ലാഹു പറയുകയാണ് സഹോദരാ, ഫലക്കും റൂസു അംവാലിക്കും ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ. നീ പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ, നീ മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ തയ്യാറാണെങ്കിൽ, മുഅ്മിനേ സഹോദരാ, നീ കൊടുത്ത പൈസയുണ്ടല്ലോ, അല്ലെങ്കിൽ നീ ബാങ്കിൽ അടച്ച പൈസയുണ്ടല്ലോ, അതിന്റെ മൂലധനം നിനക്കുള്ളതാണ്. അതിൽ ഒരു പൈസ, ഒരു രൂപ അധികമോ ഒരു രൂപ കുറയ്ക്കാനോ പാടില്ല. നിനക്ക് നിന്റെ മൂലധനം പൂർണ്ണമായി വാങ്ങാം. ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ. നിങ്ങൾ ദ്രോഹിക്കുകയോ ആക്രമിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ആക്രമിക്കപ്പെടുകയോ ചെയ്യാൻ പാടില്ല.